നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പേരൻസിൻ്റെ പ്രാർത്ഥനകളുമൊക്കെ റിയാലിറ്റിയിലോട്ട് മാറുന്ന മെയ് 4 ഏറ്റവും അടുത്തെത്തി നിൽക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 40ാമത്തെ ദിവസം മെയ് 4-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5 മണി വരെ 180 ചോദ്യങ്ങൾ, 180 മിനിറ്റ്. തീർച്ചയായിട്ടും ഇനിയുള്ള നമ്മുടെ ഈ 40 ദിവസത്തെ ഒരു ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണ്, നമ്മൾ ആ ഒരു ദിവസത്തെ കോൺഫിഡൻസിനായിട്ട്, ആ ഒരു ദിവസത്തെ ആത്മവിശ്വാസത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഏകാഗ്രതയോടുകൂടി നാം 720ലേക്ക് സഞ്ചരിക്കേണ്ടതിനകത്തുള്ള ഒരു ഡെയിലി റുട്ടീൻസ് എന്തൊക്കെയാണെന്നുള്ളതാണല്ലോ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. കാരണം പഠിത്തങ്ങളും പരീക്ഷകളുടെയും ഒക്കെ ഒരു വലിയ യാത്ര തന്നെയായിരുന്നു നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും. റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥികളാണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും 2 വർഷമായിട്ടൊരു പക്ഷേ നീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരൊക്കെ ആണെങ്കിലും അവരുടെ യാത്രയുടെ വളരെ കഠിനമായ ഒരു യാത്ര കഴിഞ്ഞു യഥാർത്ഥത്തിൽ, അല്ലേ? ഇനിയൊന്ന് കാമായിട്ട് ആ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് ഞാൻ പെർഫോം ചെയ്യേണ്ടത്, 2024 പോലെ 2023 പോലെയൊക്കെ ഉള്ളൊരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എന്തായിരിക്കണം എൻ്റെ പെർഫോമൻസ്, അല്ലേ? അതിനാണല്ലേ യഥാർത്ഥത്തിൽ പ്രാധാന്യം. ആ കാമാകാനുള്ള ആ ഒരു സ്വയം ഒന്ന് നിയന്ത്രിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ് ഈ 40 ദിവസത്തെ പ്ലാൻ? എനിക്ക് തോന്നുന്നു ഒരു കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ശില്പി വാർത്തെടുക്കുന്ന ഒരു സ്റ്റേജ് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. ആ മണ്ണിൽ നിന്ന് ഒരു ശില്പം വാർത്തെടുക്കുന്ന പോലെ നിങ്ങൾ അത്യാവശ്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് കണ്ടന്റുകളെല്ലാം പഠിച്ചെടുത്ത് ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. അതിന്റെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി അതിനെ ഒന്ന് മോൾഡ് ചെയ്ത്, അതിനെ ഒന്ന് എന്താ പറയണേ, ഒന്ന് ഫൈനലൈസ് ചെയ്ത്, അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരുത്തണം. അപ്പോൾ അവിടെ ഏറ്റവും വേണ്ടത് നമുക്കൊരു സമാധാനമാണ്. കാരണം ഓൾറെഡി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് ഏകദേശം ആ ഒരു ശില്പത്തിൻ്റെ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ പോളിഷ് ചെയ്ത്, ശരിക്കും പോളിഷ് ചെയ്യുകയാണ്. പോളിഷ് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റണം. അതിന് നമുക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ്. കാരണം ഈ ഒരു സ്ഥലത്തായിരിക്കും, ഒരുപക്ഷെ ഈ പോളിഷിങ്ങിൻ്റെ സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ ശില്പത്തിൻ്റെ കണ്ണുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അത് ശരിയായോ എന്നൊക്കെ നമുക്ക് ആലോചിക്കുന്ന ഒരു സമയവും കൂടിയാണ്. മാത്രമല്ല, എപ്പോഴും മണ്ണായിരിക്കുന്നതിനേക്കാളും ആ അടുത്തടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് ടെൻഷനും കൂടുന്നത്. കാരണം ഞാൻ ഇത്രയും ചെയ്തു വച്ചിട്ടുണ്ട്, ഈ ചെയ്തു വെച്ചത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ചോദ്യം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പോലും ഇല്ലാതിരുന്ന ഒരു കൺസേൺസ്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ പോലും നിങ്ങൾ അത്രയ്ക്ക് വറി ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. കാരണം പഠിക്കാത്തതിൻ്റെ പേരിലോ പഠിക്കാത്തിടത്തുനിന്ന് വരുന്ന ഒരു ചോദ്യത്തിൻ്റെ പേരിലോ അല്ല ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ടെൻഷൻ അടിക്കുന്നത്. പഠിച്ചത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കണ്ടന്റിൽ നിന്ന് എനിക്ക് തെറ്റിപ്പോകുന്നു എന്നുള്ളതായിരിക്കുമല്ലോ ഏറ്റവും അവസാനത്തെ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു സർ, പല കുട്ടികൾക്കും മാർക്ക് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഏറ്റവും അടുത്ത് കേൾക്കുന്ന ഒരു പരാതിയാണ്. കാരണം അത് നമ്മൾ നേരത്തെ ഒരു പക്ഷെ പറഞ്ഞിരുന്നതുമാണ്, ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകാം. കാരണം യൂണിറ്റ് എക്സാം കഴിഞ്ഞ് കമ്പൈൻഡ് കഴിഞ്ഞിട്ട് ഫുൾ മോഡലിലോട്ട് കയറുമ്പോഴുള്ള ഒരു സ്വാഭാവികമായ ഒരു മാർക്കിന്റെ കുറവ് എല്ലാവരിലും പ്രകടവുമാണ്. പക്ഷെ അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ വന്നപ്പോൾ പോലും, ആദ്യത്തെ നീറ്റ് മോഡൽ എഴുതിയപ്പോൾ ചെറുതായിട്ടൊന്ന് താന്നു പോയ ആൾക്കാർ പിന്നീട് അങ്ങ് കണ്ടിന്യൂസ് ഫോളിലേക്കാണ് പോകുന്നത്. എല്ലാ കുട്ടികളും അല്ല എങ്കിൽ പോലും അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് താന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി. പിള്ളേർ പറയുന്ന ഏറ്റവും വലിയൊരു കൺസേൺ അത് തന്നെയാണ്, ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയത് കൊണ്ടാണ് താഴേക്ക് പോയത്. ഒരിക്കലും അല്ല. നിങ്ങൾ അപ്പോഴും ആലോചിക്കേണ്ട കാര്യം, 640 വാങ്ങിച്ച നിങ്ങൾ ഇപ്പോഴും 600 വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 620 വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മറന്നുപോയെങ്കിൽ 620 വാങ്ങിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലില്ലാതെ കറക്കിക്കുത്തി 620 640 വാങ്ങിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ 700 വാങ്ങിച്ച ആൾ ഇപ്പോൾ ഒരു 640 അല്ലെങ്കിൽ 660 ആയേക്കാം. അവിടെയും പല കുട്ടികളും പറയുന്നത്, ഞാൻ എല്ലാം മറന്നുപോയി, എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ നമ്മളെ തന്നെ ഒന്ന് വില കുറച്ച് കാണുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിലൊരു പ്രതീക്ഷ, 620 വാങ്ങിച്ചപ്പോഴും 640 വാങ്ങിച്ചപ്പോഴേക്കും എനിക്ക് പഠിച്ചാലേ ഇത്രയും കിട്ടും, എനിക്ക് എന്തൊക്കെയോ അറിയാം. അത് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട സമയമാണ്. കാരണം നമ്മുടെ കോൺഫിഡൻസിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുൻപിലോട്ടുള്ള പഠനം. ഇവിടെ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മറന്നുപോയി എന്ന് വിചാരിക്കുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് പറഞ്ഞതാണ്, ഞാൻ NCERT മറന്നുപോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കമൊക്കെ കളഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണ്, ആകെ കൂടെ 3-4 മണിക്കൂറാണ് ഉറങ്ങുന്നത്. പക്ഷേ ആദ്യത്തതിനേക്കാളും മാർക്ക് കുറഞ്ഞു. അവിടെയും പറയാനുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഇരുന്ന ദിവസങ്ങളിൽ, ആ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഇരുന്ന ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ കംഫർട്ടബിൾ അല്ലായിരുന്നു.
നമ്മൾ ആകെ പാനിക്കായി, അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഞാൻ ദേ താഴെ പോയിരിക്കുന്നു എന്നൊരു തോന്നലിലാണ്. എല്ലാം കൺസിസ്റ്റന്റ് ആണ്. അതാണ് ആ ഒരു എക്സാമിന്റെ പാളിച്ച കാരണം എന്റെ എല്ലാം തകർന്നു എന്ന് വിചാരിച്ച് NCERT ഞാൻ മറന്നുപോയി എന്ന് പേടിച്ച്, മറന്നുപോയിട്ടല്ല, ആ പേടി കാരണം വെറുതെ സമയം കളഞ്ഞ് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം അപ്പോഴും ഞാൻ ആ മോളോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്, നിങ്ങൾ വായിച്ചതൊന്നും തന്നെ നിങ്ങളുടെ ബ്രെയിൻ കേട്ടിട്ടുമില്ല, അത് പ്രോസസ്സ് ചെയ്തിട്ടുമില്ല. കാരണം ആ സമയത്ത് മുഴുവൻ ബ്രെയിൻ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആലോചിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഇത് ഞാൻ മറന്നു പോവോ, കഴിഞ്ഞത് ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് തെറ്റിപ്പോയതാണല്ലോ, ഇത് ഞാൻ എങ്ങനെ ഓർത്തിരിക്കും, ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങൾ അറിയാതെ തന്നെ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവിടെ ഇടുന്ന എക്സ്ട്രാ ഇഫേർട്ടുകൾ പോലും ഒരു പ്രയോജനത്തിലെത്താതെ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ 40 ദിവസം ടീച്ചർ പറഞ്ഞു തുടങ്ങി ക്ഷമ എന്ന് പറയുന്നത്. കാരണം അവസാനത്തെ ദിവസം നമ്മളുടെ ആ മൈൻഡ് സെറ്റ്, നമ്മളുടെ കോൺഫിഡൻസ്, നമ്മുടെ കൈയുടെ ആ ഒരു നമ്മുടെ കൈയുടെ അറ്റത്ത് വരണം. ആ പവർ വരുന്ന എവിടെയായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസിലായിരിക്കണം. അവിടെയാണ് നമ്മൾ ആ ക്ഷമ പരിശീലിക്കേണ്ടതിൻ്റെയും നമ്മളിൽ തന്നെയുള്ള വിശ്വാസത്തിൻ്റെയും ഒക്കെ വലിയൊരു ഘടകം. കാരണം ഞങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിലും ടോപ്പേഴ്സിനെയും എല്ലാ കോളേജുകളിലും എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോയത്. അല്ലാതെ അവരെല്ലാം സ്ഥിരമായിട്ട് 700 മുകളിൽ മാർക്ക് കിട്ടിയവരോ സ്ഥിരമായിട്ട് ഒരേ മാർക്ക് കിട്ടിയവരോ ഒന്നുമല്ല. നമ്മളെപ്പോലെ തന്നെ ഗ്രാഫുകൾ ഏറിക്കുറഞ്ഞ് നിന്നവരാണ്. പക്ഷേ അതിൽ കുറേയധികം പേരാണ് മെയ് 5-ാം തീയതി, കഴിഞ്ഞ വർഷമാണെങ്കിൽ മെയ് 5-ാം തീയതി ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ആ ഒരു 180 മിനിറ്റ് അല്ല, അന്ന് 200 മിനിറ്റ് ആയിരുന്നു, ആ 200 മിനിറ്റ് കൈകാര്യം ചെയ്തത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മുമ്പിലുള്ള ഈ 180 മിനിറ്റിനെ നാം എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പ്ലാനിങ് തന്നെയാണ്. അതുപോലെ സാറേ വേറെയും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പല കുട്ടികളും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പിന്നെ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ ആ ഷോർട്ട് നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കാനോ ഫോമുല ബുക്ക് ഒന്ന് മറിച്ച് നോക്കാനോ അല്ലെങ്കിൽ NCERT-യിലൂടെ ഒന്ന് കൈ ഓടിച്ച് നോക്കാനോ തിരിയുന്നേ ഇല്ല. ഓൺലി ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുകയാണ്. അവിടെയും ചെറിയൊരു മിസ്സിങ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നിടത്ത് അവിടെ ഡെഫിനറ്റ് ആയിട്ടും ഒരു റിവിഷൻ്റെ പങ്കും കൂടി ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തെറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ സംശയം വരുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചാൽ അപ്പം തന്നെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഒരു അരമണിക്കൂർ ആ ചാപ്റ്ററിൽ വരുന്ന ഫോമുല ഒന്ന് വായിച്ച് നോക്കാൻ, അരമണിക്കൂർ ഫോമുല ബുക്കൊക്കെ ആകുമ്പോൾ ഫോമുല മാത്രം വായിച്ച് നോക്കിയാൽ മതിയാകും. ഫോമുല ബുക്ക് വായിച്ച് നോക്കാനോ നിങ്ങളുടെ കയ്യിലുള്ള ഷോർട്ട് നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കാനോ, അതുപോലെ തന്നെ ഇപ്പോൾ ബയോളജിയിലെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ച് നോക്കാനോ ആ ടെക്സ്റ്റ് തന്നെ വായിച്ച് നോക്കാനോ ശ്രമിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങിയിട്ട് ഞാൻ വായിച്ചു നോക്കാത്തത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നിടത്തും ഒരു കാര്യവുമില്ല. തിരിച്ച് ഞാൻ ടെക്സ്റ്റ് മാത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ ഒരു ക്വസ്റ്റ്യനും ചെയ്തില്ല എന്ന് പറയുന്നിടത്തും നമുക്കൊരു കാര്യമില്ല. അപ്പോൾ ബാലൻസിങ് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ അത് എവിടെ ഞാൻ എന്താണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് എടുത്ത് വെച്ചിട്ട് വേണം നോക്കാൻ. എനിക്ക് ഏത് സബ്ജക്റ്റിന് എവിടെയാണ് ഞാൻ മാർക്ക് കുറഞ്ഞത്, അത് എന്താണ് മാർക്ക് കുറഞ്ഞത്, അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലപ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ട് ആ യൂണിറ്റിന് അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് പനിയായിരുന്നു, അപ്പോൾ എനിക്ക് കോൺസെപ്റ്റ് കറക്റ്റ് അല്ല. അല്ലെങ്കിൽ ചില കുട്ടികൾ പറയുന്നുണ്ട് ഞാൻ അന്നത്തെ ദിവസം റിവൈസ് ചെയ്തപ്പോൾ അതിൻ്റെ ഫോമുല ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ചാർട്ട് വായിച്ചിട്ടില്ല, അതുകൊണ്ട് മറന്നുപോയി. ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കുറവായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ പ്രോബ്ലംസ് ആണ്. അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള സമയം, അത് ഏറ്റവും ക്ഷമയോടെ റെക്ടിഫൈ ചെയ്യാനുള്ള സമയം. നമ്മൾ ഒരു നടക്കുമ്പോൾ കുഴിയിൽ വീഴാതിരിക്കലല്ല ജയം എന്ന് പറയുന്നത്. എത്ര താഴേക്ക് വീഴുന്നോ അതിനനുസരിച്ച് ബൗൺസ് ചെയ്ത് കയറി വരിക. ആ ബൗൺസിങ്ങിലാണ് ഇപ്പോൾ ശ്രീനന്ദ ശർമ്മ പോലും എല്ലാ ദിവസവും 720 വാങ്ങിച്ച കുട്ടിയല്ല, 300-ലും 350-ലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ പോയ ഫോഴ്സിൽ നിന്ന് തന്നെ 350 പോയപ്പോൾ പോലും അവിടുന്ന് 720-ലേക്ക് വന്ന ഒരു ബൗൺസിങ് ഉണ്ട്. അതാണ് അതിൽ നമ്മൾ എടുക്കുന്ന ഒരു ലാഗാണ് ശരിക്കും പറഞ്ഞാൽ ആരാണ് റാങ്കിൽ വരുന്നത് ആരാണ് താഴെ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, നിങ്ങളൊന്ന് ഫ്ലക്ച്വേറ്റ് വന്ന് പോയെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയോ ഒരിക്കലും ഞാൻ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, ഓക്കെ ഞാൻ എല്ലാം തീർന്നു എന്നല്ല വിചാരിക്കേണ്ടത്. ഐ ഗോട്ട് എ ചാൻസ്, എനിക്ക് വീണ്ടും ബൗൺസ് ചെയ്ത് കയറി വരാനുണ്ട്. എൻ്റെ ബൗൺസിങ് കപ്പാസിറ്റി എനിക്ക് തന്നെ തിരിച്ചറിയാൻ എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആണെന്ന് വേണം അതെടുക്കാൻ. തീർച്ചയായിട്ടും. കാരണം 81 ചാപ്റ്ററുകളിലൂടെ നമ്മൾ പോവുകയാണ്. ഇത്രയും നാൾ നമുക്ക് കൂടിപ്പോയാൽ ഒരു 6 ചാപ്റ്ററിലെ 8 ചാപ്റ്റർ വരെയാണ് നമ്മൾ ഒരു 3 ദിവസം കൊണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് 81 ചാപ്റ്ററുകളാണ് എല്ലാ ദിവസവും റിവൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടീച്ചർ പറഞ്ഞതുപോലെ ഒരു ഓവറോൾ പ്ലാൻ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഇയറിൻ്റെ കെമിസ്ട്രി മൊത്തം, അല്ലെങ്കിൽ ഓർഗാനിക് മൊത്തം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഫിസിക്സ്, അല്ലെങ്കിൽ ബയോളജി, ബോട്ടണി, ഒരു മൊത്തത്തിൽ ഓവറോൾ നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടിരിക്കും, നമ്മൾ പഠിച്ചിരിക്കും, ഒന്ന് നോക്കിയിരിക്കും. നമുക്ക് ഷോർട്ട് നോട്ടുകളെല്ലാം നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാനുണ്ട്.
NCERT പേജുകൾ നോക്കാനുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ ക്വസ്റ്റ്യനും മോഡലിനും ചെയ്യേണ്ടത്. അപ്പം ബ്രില്യൻറ്റിൽ നമുക്ക് മോഡലുണ്ട്, അതിനെ കൃത്യമായിട്ട് നമുക്ക് ആ സമയം നോക്കുന്നു, അതിനകത്ത് തെറ്റിപ്പോയത് നോക്കുന്നു, മിസ്സിങ് ആയിട്ടുള്ളത് നോക്കുന്നു, അതിന് അതിൻ്റേതായ സമയം കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ എഴുതുന്നു. ബാക്കിയുള്ള സമയത്ത് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ഒരു മോഡലും കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഓവറോൾ ഒരു കൺസെപ്റ്റ് എപ്പോഴും നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങി പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും അറിയില്ലാത്തടത്തുനിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഏറ്റവും നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പഠിച്ച ഇടത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ആകെ താളം തെറ്റുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞെടുക്കുന്നതിന് തുടങ്ങാം. കാരണം പരീക്ഷ നമ്മളും പല ലെവലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനാണ് പല ആൾക്കാരും, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഒരു നല്ല റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ, ഒരു 650 പ്ലസിൽ നിൽക്കുന്ന ആൾക്കാർ റാങ്ക് നേരെ താഴെ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാറുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു എക്സാമിനാണ് ഈ റാങ്കിൽ ഈ ഒരു ഫോൾ വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തോ ഒരു ഓവർ കോൺഫിഡൻസ് നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്ന് കരുതി എവിടെയൊക്കെയോ ഒരു മിസ്സിങ്. അത് അറിവില്ലായ്മ അല്ല മിസ്സിങ്ങിന് കാരണം. ക്വസ്റ്റ്യൻ വായിക്കുന്നിടത്ത്, ആ ക്വസ്റ്റ്യനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നിടത്ത്, നമ്മൾ ഇടുന്നിടത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പോയിന്റ് ഇടുന്ന സ്ഥലത്ത് പോലും അശ്രദ്ധമായിട്ട് പോയിന്റ് ഇട്ടിട്ട് വന്ന് അയ്യോ റാങ്ക് പോയി എന്ന് പറയുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പരീക്ഷ എത്രത്തോളം സിമ്പിൾ ആകുന്നോ അവിടെ ഈ ആവറേജ് നിൽക്കുന്ന ആൾക്കാരെല്ലാം കുറച്ച് കയറി വരികയും കുറച്ചൊന്ന് മുകളിൽ നിൽക്കുന്ന ഒരു 650 പ്ലസ് നിൽക്കുന്ന ആൾക്കാരൊക്കെ റാങ്ക് താഴോട്ട് വരുന്നൊരു ടെൻഡൻസി. ഒരിക്കലും അത് വേണ്ട. കാരണം എന്തായാലും ഒരു മോഡറേറ്റ് ലെവലിലുള്ള എക്സാം ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ മറിച്ച് നല്ല ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ നല്ല റാങ്ക് വാങ്ങിക്കുകയും ചെയ്യും. കാരണം ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമില്ല. കാരണം ഓൾറെഡി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, സബ്ജക്ട് എക്സ്പെർട്ടുകളായിരിക്കും നന്നായിട്ട് മാർക്കുകൾ മേടിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് ഒരു പ്ലാനിന്റെ ആവശ്യമില്ല. കാരണം JEE അഡ്വാൻസ്ഡിന് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻ പറയാനായിട്ടില്ല. സബ്ജക്ട് നന്നായിട്ട് പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻ എത്രത്തോളം ചെയ്തു എന്നുള്ളതിനൊന്നും അവിടെ വലിയ പ്രസക്തി ഒന്നുമില്ല. നിങ്ങൾക്ക് തിയറി അറിയാവുന്നതിന്റെ മാക്സിമം നമ്മൾ പഠിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ നീറ്റ് അങ്ങനെ അല്ല, ഒരു ഈസി ടു മോഡറേറ്റ് ലെവലാണ്. ആ ഒരു ദിവസത്തെ പെർഫോമൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് മക്കളെ, അല്ലേ? തീർച്ചയായിട്ടും സർ. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഞാൻ ഇത്രയും ദിവസം 710 അല്ലെങ്കിൽ 715 വാങ്ങിച്ച ആളാണ്, എന്നെക്കാളും കുറഞ്ഞ മാർക്കുകാരൻ കയറി വന്നു, പരീക്ഷ എളുപ്പമായതുകൊണ്ടാണ് എന്ന് നമ്മൾ അന്നത്തെ ദിവസം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും ഒരു ബാലൻസ് ആണ് വേണ്ടത്. ഒരു ഈസി ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയി അതിനെ കാണാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റ്സ് കാണാതെ, പോയിന്റ്സ് കാണാതെ, അത് മനസ്സിലാക്കാതെ വായിച്ചു പോവുക അല്ല വേണ്ടത്. തിരിച്ച് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നുപോയ ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ അവിടെയും എപ്പോഴും നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. കാരണം ആദ്യം കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻ, ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണില്ല. കാരണം ആ ഒരു പാനിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോഡൽ എക്സാംസ് ഒക്കെ ആയപ്പോൾ കുറേ നിങ്ങൾ കണ്ട് ശീലിച്ചതുകൊണ്ട് വലിയ പ്രോബ്ലം വരില്ല. എങ്കിൽ പോലും ശരിക്കും ഒരു എക്സാം ഹാളിൻ്റെ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഞാൻ ഈ പറയുന്നത് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ വലിയ കണക്കിലെടുക്കണ്ട. അപ്പോൾ നിങ്ങൾ നല്ല ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം സിമ്പിളായിട്ട് തോന്നുന്ന കാരണം വെപ്രാളപ്പെട്ട് വാരി വലിച്ച് പെട്ടെന്ന് എഴുതി പോകാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ അതും വേണ്ട. നമ്മൾ എപ്പോഴും നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്ത്, അതുപോലെ മാർക്കിന്റെ ഫ്ലക്ച്വേഷൻ പോലെ തന്നെയാണ് പരീക്ഷാ ഹാളിലും ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് ബാലൻസ് ചെയ്ത്. ക്ഷമ എന്ന് പറയുന്നതിന്റെ മീനിങ് അത് തന്നെയാണ്. കാരണം ഇപ്പോഴും നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി തീർത്തിട്ട് എനിക്ക് 500 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് പറയുന്നിടത്ത് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഒരു ചോദ്യത്തിന് കൊടുക്കേണ്ട വെയിറ്റേജ് അതിന് തീർച്ചയായിട്ടും അതിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഓവർ സ്പീഡ് പോയിട്ടും കാര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ സമയം കിട്ടിയില്ല എന്നുള്ള പരാതിയേക്കാളും കൂടുതൽ ഞങ്ങൾ എക്സാം ഹാളിലെ എല്ലാ ക്ലാസ് ടീച്ചേഴ്സുമായിട്ട് ഞങ്ങൾ അനലൈസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത് സമയം കിട്ടിയില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ വേണ്ട സമയത്തിനേക്കാളൊക്കെ മുമ്പ് പരീക്ഷ എഴുതി തീർത്തിട്ട് എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് ഈ എക്സാമിൽ നിന്ന് മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നവരെയാണ് കൂടുതൽ കാണാൻ സാധിച്ചത്. അവിടെ എവിടെയായിരുന്നു കുഴപ്പം? നമ്മൾ ഒരു ക്വസ്റ്റിന് കൊടുക്കേണ്ട വെയിറ്റേജ്, ഒരു സമയം നമ്മൾ അതിന് കൊടുത്തില്ല. നമ്മൾ കുറേ എക്സാം നമ്മൾ വളരെ സ്പീഡിൽ എഴുതി, ഡിഫിക്കൽട്ട് വന്നിടത്ത് നമ്മൾ കൂടുതൽ സമയം ഉപയോഗിച്ചു. അതല്ലായിരുന്നു ബാലൻസിങ് മെത്തേഡ്. എല്ലാ ക്വസ്റ്റിനും എല്ലാ ചോയ്സുകൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു ഡിഫിക്കൽട്ടി വന്നിരുന്നെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമായിരുന്നു. അത് ലാസ്റ്റത്തെ റൗണ്ടിലേ ചെയ്യാമുള്ളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ പോലും അതിന് നമ്മളൊരു 45 സെക്കൻഡ് 50 സെക്കൻഡ് കൊടുക്കണമായിരുന്നു. ഒരിക്കൽ കൂടി അല്ലെ 2-3 പ്രാവശ്യം വായിക്കണം.
ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ അവിടെ നമുക്ക് കാണിക്കണമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇനിയുള്ള 40 ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളെന്ന് പറയുന്ന കണ്ടൻറ് എന്താണോ, നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്താണോ, നമ്മളെന്താണോ പഠിച്ചത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിശീലിക്കപ്പെടേണ്ട ഒരു സമയമാണ് ഈ 40 ദിവസം എന്ന് പറയുന്നത്. പരീക്ഷാ ഹാളിൽ കയറുമ്പോഴും നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ വലിയ തരത്തിൽ ബാധിക്കണ്ട ഇപ്പോൾ. കാരണം ഇപ്പോൾ നിങ്ങൾ വേറെയും ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു ഓൾ യൂണിറ്റ് ആയപ്പോൾ ഇവർ ചെറിയൊരു പാറ്റേൺ ചേഞ്ച് ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം ബയോളജി എഴുതുന്നതാണ്, ഒന്ന് ഫിസിക്സ് എഴുതി നോക്കിയാൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നവരിലും മാർക്ക് ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഒരു പരീക്ഷണത്തിനും പോകണ്ട. നിങ്ങളിപ്പം എന്താണോ കംഫർട്ടബിൾ ആയിട്ട് എഴുതി വന്നത് ആ രീതിയിൽ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും തന്നെ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ല. നമ്മളെ കാണാൻ വരുന്ന ഒരുപാട് കുട്ടികൾ അവരുടെ കൺസേൺസ്, അവരുടെ മാർക്കിലുള്ള ഫ്ലക്ച്വേഷൻസ് അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എസൻസിൽ നിന്നാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ നിന്നും ആൻസറും ഒക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതുവരെ നിങ്ങൾ ബയോളജി എനിക്ക് കംഫർട്ടബിൾ ആണ്, അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് ബയോളജി എഴുതിയിട്ട് ഫിസിക്സിലേക്ക് പോകാം എന്ന് കരുതിയിരിക്കുന്ന നിങ്ങൾ ഫിസിക്സ് മുഴുവൻ എഴുതി തീരാൻ പറ്റില്ല. കാരണം ഫിസിക്സിന് ഒരുപാട് സമയം എടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഫിസിക്സ് എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു പെട്ടെന്നൊരു മാറ്റം അതിലേക്ക് പോകുമ്പോഴും ഫ്ലക്ച്വേഷൻസ് വരുന്നതായിട്ട് എനിക്കിപ്പോൾ ഞാൻ 2-3 പ്രോഗ്രസ് കാർഡ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ ആ കുട്ടികളോട് നേരിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ചെറിയൊരു ചേഞ്ച് വരുത്താം എന്ന് വിചാരിച്ചു എന്ന്. എനിക്ക് തോന്നുന്നു ഈ ചേഞ്ചൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ വരുത്തേണ്ട ചേഞ്ചുകളാണ്. അത് ഈ ഒരു സമയത്ത് ഇനി ഒരു 30-40 ദിവസം കൊണ്ട് വലിയ ചേഞ്ചിനൊന്നും പോകണ്ട. നമ്മളെ അങ്ങ് വിശ്വസിച്ചാൽ മതി. നമ്മുടെ സിസ്റ്റം ഇതുവരെ എന്താണോ ചെയ്തു വന്നത് വി ആർ ഓക്കെ വിത്ത് ദാറ്റ്. അതിന് നമ്മളിപ്പോൾ 680 അല്ലെങ്കിൽ 710 വരെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാൾ ശരി എനിക്ക് 5 മാർക്ക് അല്ലെങ്കിൽ എനിക്ക് 720 മാർക്ക് കിട്ടാൻ 10 മാർക്ക് കൂടെ കിട്ടാൻ വേണ്ടി ഞാനിത് മാറ്റാം എന്ന് വിചാരിക്കുന്നിടത്ത് 10 മാർക്ക് കിട്ടുന്നതിന് വരെ ഒരു 40 മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡും നമ്മൾ ഈ സമയത്തെ പരീക്ഷണങ്ങൾ, കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വെപ്രാളം കൂടുന്ന സമയത്ത് പരീക്ഷണങ്ങളിലേക്ക് ചെന്നെത്താനുള്ള സമയവും കൂടിയാണ്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നിടത്ത് എല്ലാ കാര്യത്തിലും ക്ഷമയാണ്. അത് നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തൊട്ട് പഠിക്കുന്നത് തൊട്ട് പിന്നെ ഒരു പ്രീ അസംഷൻ. കഴിഞ്ഞ വർഷം 30 ദിവസം ഉള്ളപ്പോൾ ഇത്ര റാങ്ക് വരെ കിട്ടി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത്ര മാർക്കായിരുന്നു, എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അങ്ങനെ ഒരു കമ്പാരിസണും നമ്മളൊരു പ്രീ പ്രഡിക്ഷനും ഒന്നും നമുക്കിപ്പോൾ വേണ്ട. കാരണം ഇതെല്ലാം മെയ് 4-ാം തീയതി നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, മെയ് 4-ാം തീയതിയിലെ നിങ്ങളുടെ OMR ഷീറ്റ് എത്രത്തോളം ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്, അതിൽ എത്രത്തോളം കറക്റ്റ് ആൻസർ ഉണ്ടെന്നുള്ളത് മാത്രമാണ് നമ്മുടെ മാറ്റം. തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പം ഈ സമയത്തിൻ്റെ കാര്യത്തിൽ തന്നെ അറിയാം, നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്. ലെങ്തി ആണെങ്കിൽ ഇത് ചിലപ്പം നമുക്ക് ആൻസർ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവിടെ സമയം കൂടുതൽ വീണ്ടും നമ്മൾ എടുക്കും. അവിടെയാണ് നമ്മൾ ഒരു എന്താ പറയുന്നത്, ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് വിഷമമാണ് കാരണം കിട്ടുമല്ലോ എന്തായാലും, അപ്പം ഞാൻ പകുതി വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് വിഷമമാണ്. ആ വിഷമമല്ല നോക്കേണ്ടത്, അവിടെയും നമ്മുടെ മനസ്സിനെ ഒന്ന് ധൈര്യം കാണിക്കുക. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ നല്ല സ്മാർട്ട് പ്ലാൻ എന്ന് പറയുന്നത്. കാരണം എന്താണെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് നമുക്കറിയാം ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ നമ്മൾ സബ്ജക്റ്റ് മാറ്റി ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ ഓവറോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെ 45 ചോദ്യങ്ങളിൽ നമുക്കറിയാം ഒരു 40 ചോദ്യത്തോളവും ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയായിരിക്കും. ഓവറോൾ ഒരു 150 ചോദ്യങ്ങളും വളരെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക, നമ്മളുടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ എടുക്കുക. ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മളുടെ എഫേർട്ടിനെ മാറ്റി വെക്കുക. പക്ഷെ അത് നല്ലതാണ്. പക്ഷെ അത് തെരഞ്ഞു പിടിച്ച് പോകേണ്ട കാര്യമില്ല. എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫിസിക്സിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ, കെമിസ്ട്രിയിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ, ബയോളജിയിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ, അതെല്ലാം നിങ്ങൾ കണ്ടിരിക്കണം. അതാണ് 150 ചോദ്യങ്ങൾ ഞാൻ കാണണം. അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം OMR ഇൻവിജിലേറ്റർ വാങ്ങാൻ വരുന്ന സമയത്തല്ല നിങ്ങൾ കാണേണ്ടത്. നമുക്കത് ചെയ്തു തീർക്കാൻ സമയമുള്ളപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള. കാരണം ചിലപ്പോൾ നമ്മൾ കാണാതെ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വായിച്ചു തുടങ്ങുമ്പോൾ ഡിഫിക്കൽറ്റി ആണ് എന്ന് കരുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ആൻസർ തരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, ഇത് എൻ്റെ കയ്യിൽ എത്ര സമയം കൊണ്ട് നിൽക്കും, ഞാൻ ഓക്കെ ആണോ, ഓക്കെ എങ്കിൽ എഴുതി തന്നെ പോകണം. അല്ലല്ല പറ്റത്തില്ല, എനിക്കിത് സമയം എടുക്കും, അയ്യോ എന്നാലും എനിക്ക് ആൻസർ അറിയാം, ഞാൻ എഴുതിയിട്ടേ പോകുമെന്ന് വാശി പിടിക്കരുത്. ഒരിടത്തും ഇനി നമുക്കൊരു വാശി വേണം. നമ്മൾ നല്ല ഫ്ലെക്സിബിൾ ആവുകയാണ് വേണ്ടത്. അതെ, ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേണം. നമ്മളൊന്നും കടുംപിടുത്തം പിടിക്കുകയും വേണ്ട, അതോടൊപ്പം തന്നെ ഒന്നിനെ കുറിച്ച് നമ്മൾ വിഷമിക്കുകയും വേണ്ട. നമുക്ക് എല്ലാം ഓക്കെയാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കണം. വേറെയും ഒരു കാര്യം, 22 ലക്ഷം പേര് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ 22 ലക്ഷം ആൾക്കാരും ഇതേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു 500 മാർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ റാങ്ക് 2023 വെച്ച് എത്രയായിരിക്കും? ഈ 22 ലക്ഷത്തിൽ 1 ലക്ഷത്തിനകത്താണ് നിങ്ങൾ ആദ്യത്തെ 1 ലക്ഷത്തിനകത്ത് നിങ്ങളുണ്ട്. പക്ഷെ അവിടെയും നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കുറച്ചാ കാണുന്നത്. അത് തന്നെ, നമ്മൾ 2024 1.5 ലക്ഷം റാങ്കിനകത്ത് നമ്മളുണ്ട്. ഇനി 400 ആവട്ടെ, 400 ആണെങ്കിലോ
ഈ 22 ലക്ഷത്തിൽ നമ്മൾ 2 ലക്ഷത്തിന്റെ റാങ്കിനകത്തുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കൂ, നമുക്ക് എത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇനിയും നമുക്ക് നമ്മളുടെ ഈ ഒരു ടൈമിനെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ 40 ദിവസത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തയ്യാറെടുപ്പുകൾക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതും. അതിൽ ഈ വരുന്ന 40 ദിവസം നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് ബുള്ളറ്റിൻ്റെ മോഡലുണ്ട്, അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി മോഡലുണ്ട്. അപ്പം ഒരു ദിവസം ഒരു മോഡലിന് നമ്മൾ കറക്റ്റ് സമയം കൊടുക്കുന്നു, അതിനകത്ത് തെറ്റിപ്പോയത് ഏതാണെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചാപ്റ്ററിൽ മിസ്സിങ് എവിടെയാണ് വന്നത് നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല, ആൻസറിലോട്ട് കിട്ടുന്നില്ല. അപ്പോൾ തിരിച്ച് ആ ചാപ്റ്റർ ഒന്ന് എടുത്ത് പോയി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ആ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുകയും നമ്മളത് പഠിക്കുകയും ചെയ്യുക. രണ്ടാമത് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നു, അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാകാനും വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ചോദ്യം നമുക്കറിയാം. ചോദ്യം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇന്ന ചോദ്യം വന്നെന്നറിയാം, പക്ഷേ നമ്മളവിടെ ടൈം എടുത്ത് തന്നെ അതിൻ്റെ എല്ലാ വാക്കുകളും നമ്മൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ഷമ വീണ്ടും നമ്മൾ കൊടുക്കുന്നു. കാരണം നമുക്ക് അലക്ഷ്യമായിട്ടുള്ളതാണല്ലോ നമുക്ക് നെഗറ്റീവുകൾ കൂടുതൽ വരുത്തുന്നത്. വീണ്ടും നമുക്ക് ഓവറോൾ പ്ലാൻ, നമുക്ക് ഫിസിക്സ് മൊത്തം നോക്കേണ്ടതായിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ഇയർ നോക്കാനുണ്ട്, സെക്കൻഡ് ഇയർ നോക്കാനുണ്ട്, കെമിസ്ട്രി ഓർഗാനിക് ഇൻഓർഗാനിക്കിൽ ഫിസിക്കൽ നോക്കാനുണ്ട്, ബോട്ടണി നോക്കാനുണ്ട്, സുവോളജി നോക്കാനുണ്ട്. ഓവറോൾ പ്ലാൻ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ 81 ചാപ്റ്ററുകളിൽ നമ്മൾ കാണാതെ പോകുന്നത് കൊണ്ട് അവസാനത്തെ ദിവസം കാര്യങ്ങൾ മിസ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. കാരണം അത്രയും കണ്ടന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിലൂടെ ഒന്ന് ഓട്ടപ്രദക്ഷിണം എല്ലാം നമുക്ക് ഇൻഡെപ്തിൽ വായിച്ചു പോകാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മറിച്ച് ഒരു പേജ് മറിക്കുമ്പോൾ ഓക്കെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് വരണം. അങ്ങനെ ഒന്ന് മറിച്ച് പോകാനെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയണം. പിന്നെ അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ സമയം വെക്കണം എന്നില്ല. കാരണം ഓൾറെഡി ഒരു മോഡൽ നമ്മൾ സമയം വെച്ച് ചെയ്യുന്നത് കൊണ്ട് ബാക്കി നിങ്ങൾ സമയം വെക്കാതെ തന്നെ അങ്ങ് ചെയ്യണം. ഈ സമയം വെക്കാതെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ തെറ്റ് വരുന്നത്, അല്ലെങ്കിൽ തെറ്റ് വന്നില്ലെങ്കിൽ പോലും എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയ ഒരു ഏരിയ ആണെങ്കിൽ പോലും നിങ്ങൾ റാൻഡമായിട്ട് ഈവൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് റാൻഡമായിട്ട് അതൊന്ന് ഓർത്തെടുക്കാം. ആ ഒരു കണ്ടന്റ് എന്താണ് അവിടെ വരുന്ന കണ്ടന്റ് എന്ന് നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാം. അങ്ങനെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ബുക്ക് കയ്യിലെടുത്ത് പഠിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഓരോ ചാപ്റ്ററിൽ എന്ത് കണ്ടന്റ് ഉണ്ട്, എന്ത് ഞാൻ മറക്കും, അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാം. NCERT വെറുതെ മറിച്ച് പെട്ടെന്ന് മറിക്കാൻ പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് മുഴുവൻ ഇരുന്ന് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു പേജ് മറിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളതെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു പിക്ചർ പോലെ കടന്നു പോകണം. അങ്ങനെ മറിച്ച് നോക്കുക, നിങ്ങൾ വെച്ചിരിക്കുന്ന ചാർട്ടുകൾ മറിച്ച് നോക്കുക, ഷോർട്ട് നോട്ട്സ് മറിച്ച് നോക്കുക, നിങ്ങളുടെ ഫോമുല ബുക്ക് നോക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലെല്ലാം മെജോറിറ്റി ആൾക്കാരുടെ കയ്യിലും സ്റ്റിക്കി നോട്ട്സും അതുപോലത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് എപ്പോഴും എടുത്ത് നമ്മളൊന്ന് ഓർത്ത് നോക്കുക, ഒന്ന് മെമ്മറൈസ് ചെയ്യുക. ആ വാക്ക് തന്നെയാണ് പ്രധാനം. നോക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ള ആ വാക്കുകളാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. കാരണം പഠിക്കുക എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ട് പരിശീലിക്കുക എന്നുള്ള ആ പ്രോസസ്സിലോട്ട് നമ്മൾ വളരെ സ്പീഡി ആയിട്ട് നമ്മൾ എത്തേണ്ട സമയം. അവിടെ സ്പീഡൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ അറിയാം, നിങ്ങൾക്ക് മാർക്ക് എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അല്പം മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂമി ആയി പോകുന്ന അവസ്ഥകളുണ്ട്. അല്ലെങ്കിൽ അതിന് ഒത്തിരി സമയം ഇനി ദൈർഘ്യം കൊടുക്കരുത്. വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചോ കരഞ്ഞോ നമ്മൾ ഒത്തിരി സമയത്തിലോട്ട് പോകരുത്. അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കണം. തിരിച്ച് നമ്മൾ ലൈവിലോട്ട് എത്രയും പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഓർത്തെടുക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു ദിവസം ഒരു പ്രീവിയസ് എങ്കിലും നിങ്ങൾ വായിച്ച് നോക്കണം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയണം. നിങ്ങൾ തന്നെ ആയിരിക്കണം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഞാൻ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യനുകൾ. ഒരു ദിവസം ഒരു മോഡൽ നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചാൽ അപ്പോൾ നമ്മൾ ആൻസറിൽ നിന്നാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വലിയതായിട്ട് ഒത്തിരി സമയം പോകുന്നില്ല, കൺഫ്യൂഷനും വരുന്നില്ല. കാരണം ഈ ചോയ്സുകളെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ നെഗറ്റീവിലോട്ട് പോകുന്നത്. ഇപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ അവനവൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും ആരോഗ്യത്തോടു കൂടി മെയ് 4 പോകേണ്ടതാണ്. പിന്നെ എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഏതാണ്ട് 11:30 എക്സാം ഹാൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഒരു 12:30 1 മണിക്ക് മുമ്പായിട്ടെങ്കിലും നിങ്ങൾ റൂമിൽ ചെല്ലേണ്ടതായിട്ടുണ്ട്. 1:30 റൂം ക്ലോസ് ചെയ്യും. 1:45 ആകുന്നതോടുകൂടി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, ഈ പ്ലാസ്റ്റിക് എൻവലപ്പ് നമ്മൾക്ക് കിട്ടും. 1:50 നമ്മൾ ആ എൻവലപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ കവർ ചെയ്യും. 2 മണിക്ക് എക്സാം തുടങ്ങും. ആ സമയത്താണ് നമ്മൾ OMR ബബിള് ചെയ്യേണ്ടത്. OMRൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നമ്മളുടെ പേര്, ടൈമൊക്കെ നമ്മൾ എഴുതേണ്ടത്. ഒപ്പം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പം നമുക്ക് എല്ലാ പേജുകളും ഉണ്ടോ എന്ന് മാത്രം നോക്കാനുള്ള സമയമേ ഉള്ളൂ.
ഈ എക്സാമിനിടയിൽ തന്നെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യാനായിട്ട് വരും, തമ്പ് ഇംപ്രഷൻ വെക്കാൻ വരും, ഫോട്ടോ ഒട്ടിക്കാനായിട്ട് വരും. അപ്പം അതിൻ്റെ എല്ലാത്തിനെയും മാനേജ് ചെയ്യുക, ഏറ്റവും ആത്മസംയമനത്തോടെ മാനേജ് ചെയ്യുക. അതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ എല്ലാ ആൾക്കാരും നിങ്ങളോട് ഇഷ്ടമുള്ള രീതിയിൽ വളരെ പാമ്പേർഡായിട്ട് ഏറ്റവും സ്നേഹത്തോടെ മോളെ ഒപ്പിട് അല്ലെങ്കിൽ മോളെ സൈൻ ചെയ് എന്ന് പറയുന്നവരായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക നല്ല കാറ്റും നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു എൻവോൺമെൻറ്റ്, ഒരു ആംബിയൻസ് ആവണം എന്നില്ല. അപ്പോൾ എന്ത് കാര്യം വന്നാലും നമ്മളതിനെ ഉറപ്പിച്ച് തന്നെ നേരിടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ റാങ്കിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ ഒന്നും പ്രീ പ്രെഡിക്റ്റ് ചെയ്യണ്ട എങ്കിലും പരീക്ഷാ ഹാളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. കാരണം നിങ്ങളൊരു ഹാളിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കയറ്റി വിടേണ്ട സമയം കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റി വിടുന്നില്ല എങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് പ്രതികരിച്ച് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി, അത് വയലന്റ് ആയിട്ട് പ്രതികരിക്കണം എന്നല്ല എങ്കിൽ പോലും ആത്മസംയമനത്തോടെ കാണേണ്ടവരെ കണ്ട് അത് ചെയ്യേണ്ട ഒരു മാനസിക അവസ്ഥ നമുക്ക് വേണം. അതുപോലെ തന്നെ ഇൻവിജിലേറ്റേഴ്സ് ഇപ്പോൾ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് സമയം പാലിച്ചില്ലെങ്കിൽ പോലും ബെല്ലടിക്കുന്ന സമയം 2 മണിയായിട്ടും നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സാറേ ഈ ബെല്ലാണ്, ഞങ്ങൾക്ക് എഴുതി തുടങ്ങേണ്ട ബെല്ലാണ് എന്ന് അദ്ദേഹത്തെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നതിനും തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും എൻവലപ്പും പേനയും നമ്മുടെ കയ്യിൽ കിട്ടണം. അത് താമസം വരുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഇതിലൊക്കെ വരുന്ന താമസം പിന്നെയും നീണ്ടുപോയാൽ നമ്മൾ വീണ്ടും പാനിക്കാവും. അപ്പോൾ അവിടെയും നമ്മൾ പാനിക്കാവല്ല വേണ്ടത്, നമ്മൾ എണീറ്റ് നിന്ന് സാർ ഇങ്ങനെയാണ് ഈ ബെല്ലാണ് നമുക്കത് കിട്ടേണ്ടത് എന്ന് അദ്ദേഹത്തെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്താം. ഇനി അങ്ങനെയല്ല നമ്മുടെ സ്വഭാവം എന്നിരിക്കട്ടെ, ചിലപ്പോൾ അങ്ങനെയാണ്. കാരണം കുട്ടികൾക്ക് എഴുന്നേറ്റ് എന്ന് പറയാനായിട്ട് സ്വാഭാവികമായിട്ട് പേടിയുണ്ടെന്ന് ചോദിക്കുക, ക്ഷമയോടെ ഇരിക്കുക. എപ്പം നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് 2:10 എന്ന് വിചാരിക്കുക, 2:10 ആകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇത് വരുന്നത് വിചാരിക്കുക. ഇനിയുള്ള 160 മിനിറ്റാണ് എനിക്ക് പെർഫോം ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അത് ഓപ്പൺ ചെയ്ത് നമ്മളെ കൊണ്ടാകാവുന്ന സ്പീഡിൽ, അപ്പം നമുക്കറിയാം 10 മിനിറ്റ് നമ്മുടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഡീസൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യുകയും, അപ്പം ഇപ്പോഴേ അതിന് പ്ലാൻ ചെയ്യൊന്നും വേണ്ട, അല്ല 10 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്ന ചെയ്യില്ല. പക്ഷെ എങ്കിലും നമുക്കൊരു അറിവ് വേണം. അല്ലാതെ 10 മിനിറ്റ് താമസിച്ച് പോയി കഴിഞ്ഞാൽ ഉടനെ എക്സാം NTA വീണ്ടും നടത്തുമോ, NTA നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കായിട്ട് കുറച്ച് മാർക്ക് തരുമോ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒന്നും നടക്കില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം 5 o'clock വരെയാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം സമയം തികഞ്ഞില്ല എന്നുള്ള പരാതി ഒരിക്കലും ഉണ്ടാവില്ല. ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ട് എന്ന് പറയാനുള്ള ചങ്കുറപ്പില്ല. നമ്മൾ അവിടെ വീണ്ടും പാനിക് ആവുന്നുണ്ടെങ്കിൽ വേണ്ട, സൈലൻ്റ് ആയിട്ടിരിക്കുക. എന്താണെങ്കിലും നമ്മൾ എടുത്ത് വരും. കൂടിപ്പോയി 5 മിനിറ്റ് താമസിക്കുകയുള്ളൂ, നമ്മൾ എടുത്ത് വരും. വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് നമുക്ക് സ്മാർട്ടായിട്ട് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ റോൾ നമ്പർ എഴുതുമ്പോൾ ഒന്ന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എഴുതുന്നത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ആ ഇൻവിജിലേറ്റർ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അവിടെയൊക്കെ നമ്മളാണ് സ്മാർട്ട് ആവേണ്ടത്. ഇതൊക്കെ ഈ മോഡലിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ ബാക്കിയുള്ള സമയത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ അവർ എഴുതുമ്പോൾ ഏറ്റവും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, നമ്മുടെ മെൻറ്റേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ട് സോണിലായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ കംഫർട്ട് സോൺ തന്നെ ആയിരിക്കണം, അത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. എങ്കിൽ പോലും നമ്മുടെ എപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിലായിരിക്കണം എന്നില്ല. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളത് എന്ത് സംഭവിച്ചാലും നമ്മൾ കംഫർട്ടബിൾ ആണ്. അത് നമ്മുടെ മനസ്സാണ് കംഫർട്ടബിൾ ആകേണ്ടത്. അല്ലാതെ നമുക്ക് ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടി പേടിച്ച് ഒന്ന് തലകറങ്ങി വീണേക്കാം. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ AFMCയിൽ ചെന്നപ്പം ജാസ്മിൻ പറയുകയായിരുന്നു, തൊട്ടടുത്തിരുന്ന ആൾ ശരിക്കും ഉറങ്ങുകയാണ്. അപ്പം അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ ഒരിക്കലും ഞാൻ നോക്കി, പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. അത് ഉറങ്ങുവാണോ ഉണരുവാണോ ഒന്നും നോക്കിയിട്ടില്ല. ഇല്ല, കാരണം എൻ്റെ 180 ചോദ്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 700 എത്തിയത്. തീർച്ചയായിട്ടും ആ പ്ലാൻ തന്നെ. കാരണം എയിംസും AFMCയും ജിപ്മറും കേരളത്തിലെ കോളേജുകളും MBBS സീറ്റുകളും എല്ലാം നിങ്ങൾക്കായിട്ട് തന്നെ വെയിറ്റിംഗ് ആണ്. അതാരും റിസർവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. മെയ് 4-ാം തീയതി നമുക്ക് നമ്മുടെ OMRൽ എത്രത്തോളം നമുക്ക് നന്നായിട്ട് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാ കുട്ടികളും നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വർഷം അത്രയധികം ക്ലാസ്സുകൾ കിട്ടി. നമുക്ക് നന്നായിട്ട് ക്ലാസ്സുകളെല്ലാം എടുത്തു തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. NCERT സിലബസ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ധാരണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അക്കാഡമിക്കിൻ്റെ പകുതിയിലല്ല സിലബസ് മാറിയത്. ആദ്യം തന്നെ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് മൊത്തം ചാപ്റ്ററുകൾ തീർക്കാനായിട്ട് പറ്റി. ധാരാളം മോഡൽ എക്സാമുകളിലൂടെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചു. ഇതുവരെയുള്ള ഒരു മാർക്കുകൾ ഞങ്ങൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി പെർഫോമൻസിലാണ് കുട്ടികൾ നിൽക്കുന്നത്. കാരണം ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ധാരാളം സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. ആ വർധനവിനനുസരിച്ച് നമുക്ക് ധാരാളം സീറ്റുകൾക്കുള്ള വലിയ അവസരമുണ്ട്. കാരണം ഇപ്പം ഓരോ കോളേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത്രയധികം പുതിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ESI മെഡിക്കൽ കോളേജുകളും ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം സീറ്റുകളുടെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടില്ല.
നമ്മുടെ മലയാളികൾ ധാരാളമായിട്ട് ഈ വർഷം നാഷണൽ ലെവലിൽ റാങ്കിങ്ങിലോട്ട് കടന്നു വരാനായിട്ട് പോവുകയാണ്. അപ്പം ഇതുവരെയുള്ള ഞങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ എല്ലാ തയ്യാറെടുപ്പുകളും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങളുടെ മാർക്കുകൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു 5 മാർക്കോ 10 മാർക്കോ ഈ ഓൾ മോഡലിലോട്ടിൽ വരുമ്പോൾ ശരിയാണ്, അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റം മാത്രമാണ്. 81 ചാപ്റ്ററുകളെ നമ്മൾ ഒന്നരാടം കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നിന്നിടത്തുനിന്ന് ഒരു 5 മാർക്ക് കുറവ് വരുന്നത് മാത്രമേ ഉള്ളൂ. അത് യാതൊരു തരത്തിലും നീറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഓവറോൾ റാങ്കിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെല്ലാം പക്കയാണ്. നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റായികയൊന്നുമില്ല, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് ടെൻഷൻ ഉണ്ടാകാതെയോ ഡിസ്ട്രാക്റ്റഡ് ആകാതെയോ ഇരിക്കുകയല്ല വിജയം. എത്രത്തോളം വേഗം നമ്മൾ അതിനെ റിക്കവർ ചെയ്ത് ക്ഷമയോടെ തിരിച്ച് നമ്മുടെ പാതയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. അതിന് എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.